ഇപ്പോൾ നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അധികം പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ, സ്കൂളിലല്ല വർക്കിന് പോകുമ്പോഴോ ഒന്നും അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. പുറത്തും നല്ല സൗണ്ട് ഉണ്ട്, കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണോണ്ടോ ഭയങ്കര സൗണ്ട് ഉണ്ട്, അത് കേൾക്കണ്ട. അപ്പോൾ നമ്മൾ പോകുമ്പോൾ, അതായത് കോളേജിലോ അല്ലെങ്കിൽ വർക്കിനോ പോകുമ്പോഴോ ഒക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും മേക്കപ്പ് യൂസ് ചെയ്യാം. നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പെൺകുട്ടികളെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പാർവതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഈ ഫാമിലിയിൽ മെമ്പറാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒത്തിരി കുഞ്ഞ് ബെല്ലൈക്കണോട് അതുകൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ. അപ്പോൾ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐബ്രോസ് എങ്ങനെ സെറ്റാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നമ്മുടെ ഐബ്രോ പെൻസിലില്ലേ അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. ഇവിടെ എവിടെയെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ആവണയ്ക്കാണ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങി. അതിന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐബ്രോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഐബ്രോസ് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കിട്ടും. ഇതൊരു ചെറിയൊരു ഹാക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് ഐസ് ക്യൂബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മസാജ് ചെയ്തതിന് ശേഷം എന്താ പറയുക നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലിപ് ബാം ഉദ്ദേശിച്ചത് വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനിത് ബേസായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്. ഇത് ഞാൻ കോളേജ് സമയം മുതൽ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ വലിയൊരു ഫാനൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു BB ക്രീമാണ് പോൺസിൻ്റെ BB ക്രീം. ഇതൊന്ന് ജസ്റ്റ് ഡോട്ടായിട്ട് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ, കാരണം ഇല്ലെങ്കിൽ ഫേസും കഴുത്തും ഒക്കെ രണ്ട് മാതിരിയൊക്കെ ഇരിക്കും. അപ്പോൾ കഴുത്തിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി, നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കണോ, സ്പഞ്ച് ഉപയോഗിക്കണോ, കൈ ഉപയോഗിക്കണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അണ്ടർ ഐ ഏരിയയും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അണ്ടർ ഐ ഏരിയ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ കവർ ചെയ്യണം, എങ്കിലേ ഒരു ഫ്രഷ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ വേരിയേഷൻ കാരണം നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസ് തോന്നുന്നുണ്ട്. ഞാൻ അപ്പോൾ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. ദേ കണ്ടോ, കംപ്ലീറ്റ് കവറേജ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് സ്പോട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ദേ കണ്ടോ. പക്ഷെ ശരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നോർമൽ രീതിയിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ചെറിയൊരു ബ്രൈറ്റ്നസ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഒരുപാട് എന്താ പറയുക ഫുൾ കവറേജ് അങ്ങനെയൊന്നും നമുക്ക് BB ക്രീം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കവറേജ് കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവ്യൂ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മോളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് അണ്ടർ ഐ ഏരിയയിലും ബാക്കി ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഐബ്രോസൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൂടെ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പം കണ്ണ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ പോവാണ്. ഞാനൊരു കാജൽ പേഴ്സൺ അല്ല. ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കാജൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ എത്രയൊക്കെ മേക്കപ്പ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാലും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചും കൂടെ ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കാജൽ ഇഷ്ടമുള്ള ആളല്ല. എന്നാലും നമ്മളിപ്പോൾ കണ്ണ് തന്നെ ഉറങ്ങി എണീറ്റ മാതിരിയാണ് എൻ്റെ കണ്ണിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് കണ്ണെഴുതി കൊടുക്കണം.
അപ്പോൾ ഞാൻ കാജലിപ്പോൾ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഐലൈനർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ കണ്ണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ കൺപീലിയിൽ ഇങ്ങനെ എന്താ പറയുക ഐലൈനറാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ മസ്കാരയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ആയി വരാണ്. നമുക്കിനി ലിപ് കളർ കൂടെ കൊടുക്കണം. അപ്പോൾ ലിപ് കളർ കൊടുക്കാനായിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യണ ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ കുറേ ഫേവറേറ്റ് ന്യൂ ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയണം എന്നുണ്ടെങ്കിൽ മോളക്കാരൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ തന്നെ ജാൻവി 23 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഡെയിലി വെയർ ലുക്കല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ലിപ്സ്റ്റിക്സ് ഒന്നും അപ്ലൈ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് ചെറുതായിട്ട് ഡോട്ടായിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ലിപ് കളറും കൊടുത്തു. ഇതാണ് ലിപ് കളർ വന്നിട്ട് ചെറിയൊരു രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കമ്മലിടണം. മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കണം. എന്നിട്ട് വരാം. അപ്പോൾ ഇതാണ് കംപ്ലീറ്റഡ് ലുക്ക്. ഞാനിനി പുറത്ത് പോയിട്ട് ആ ഒരു എന്താ പറയുക സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ പറ്റണേ. അപ്പോൾ അകത്ത് ഈ പല പല ലൈറ്റ് കാരണമാണ് ആ ഒരു ഡിസ്കളറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ തന്നെയായിരിക്കും കാണുന്നത്. ഇപ്പോൾ നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല മഴക്കോള് വരുന്നുണ്ട്. അപ്പം എന്താ പറയുക അധികം സൂര്യപ്രകാശം ഇല്ല. ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴക്കോളുണ്ട്. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.